ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതമുണ്ട്. ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് അരിനെല്ലിക്ക ഉണ്ടായതാണ്. ഇത് വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്, ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആദ്യം ഉണ്ടായത് കുറച്ച് 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഇതൊരു കൊമ്പിന് മാത്രമേ ഇപ്പോൾ പോയിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടായി വലുതായി നിൽക്കുന്ന കുറച്ച് അരിനെല്ലിക്ക ഉണ്ട്. അതൊക്കെ പറിച്ചിട്ട് നമുക്ക് ഉപ്പും മുളക് കൂട്ടി കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഇത് കൂടാണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, അതും പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്കത് നമ്മളെ വീട്ടിലുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമാണ്. വളരെ ചെറിയ മരമാണ്. അപ്പോൾ മരത്തിന് മുകളിൽ കുറച്ച് കായ്കൾ പഴുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ? അതെ, നമുക്കത് പറിക്കാല്ല. ഇന്ന് പറിച്ചാലോ? നീ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാൻ പോവല്ലേ? പറ. സ്റ്റാർ ഫ്രൂട്ട് പറിക്കാൻ പോവാണ് നമ്മൾ. സ്റ്റാർ ഫ്രൂട്ട് അമ്മേ, ഇതാ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട്. നമുക്കിത് പറിക്കാല്ലേ? കൊലയായിട്ട് തന്നെ പറിക്കാം. വാ സൂപ്പർ. പിടി. യെസ്, അവിടെ പിടിച്ചേ. നമുക്ക് അടുത്തതും കൂടെ പറിക്കാം. കൊലയിലുള്ള കുറച്ച് താഴെ വീണു. പിടിക്കും. പിടി. കുറച്ചുണ്ട്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ മുകളുണ്ട്. തൽക്കാലം അത് അവിടെ നിന്ന് കിട്ടും. നമുക്ക് അത്യാവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് മഞ്ഞ, നല്ല മഞ്ഞ കളറുണ്ട്. അത് നല്ല അത്യാവശ്യം നല്ല മഞ്ഞ കളറുണ്ട്. നമുക്കിതിന് സ്മെല്ലും നല്ല അത്യാവശ്യം നല്ല സ്മെല്ലാണ്. പക്ഷെ ഇതിന് ഏകദേശം ഒരു കറകുത്തൽ പോലത്തെ ടേസ്റ്റൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം. ഉപ്പുമുളക് കൊണ്ട് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് കാണാൻ തന്നെ എന്ത് ലുക്കല്ല. ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വാവ്, അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പേര് വരാൻ കാരണം കറക്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ തന്നെ അല്ലേ വേദ? അത് കട്ട് ചെയ്യാം. എന്താന്ന് ഞാൻ പറ, എന്താ എൻ്റെ പേര്? പൈനാപ്പിളോ? സ്റ്റാർ ഫ്രൂട്ട്. സ്റ്റാർ ഫ്രൂട്ട്. നമ്മൾ ഉപ്പും മുളക് ഇടുന്നതിന് മുന്നേ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് നമ്മളൊന്ന് പച്ചക്ക് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാൻ പോവാണ് അല്ലേ? ഏതോ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് വേദ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. വയത്തപ്പഴ ടേസ്റ്റ്, പച്ചയാണോ ടേസ്റ്റ്? ഏതാ, പച്ചയാണോ അല്ല പഴുത്തതാണോ? അതന്നെ, പച്ച ഉള്ളപ്പോൾ വേദ കഴിച്ചില്ലേ ഉപ്പും മുളക് ഇട്ടേ? പഴുത്തതല്ലേ? ഏതാ ടേസ്റ്റ്? അതുകൊണ്ടാണ് കണ്ടോ സ്റ്റാറിൻ്റെ ഷേപ്പ്. നമുക്ക് സ്റ്റാർ ഒന്ന് കഴിച്ചു. ഇതിൻ്റെ പുറമേല തോടിന് ചെറിയൊരു കയ്പുണ്ട്. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന അത്ര കറകുത്തലൊന്നുമില്ല. പുളിപ്പുമല്ല മധുരമല്ല, അതൊരു ടേസ്റ്റ് അല്ലേ? പിരിമ്പിയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. അത്ര പുളിപ്പൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഉപ്പ് മുളക് ഇടാം. ഓക്കെ, ചേച്ചിനെ വിളിക്കും. അത്യാവശ്യം ഇത്രയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് മുളക് ഇടാം. ഓൾറെഡി നമ്മൾ ഉപ്പ് മുളക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞോളാടില്ല ആദ്യം കുറച്ച് ഉപ്പിട്ട്. അപ്പം നമ്മളിത് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഉപ്പുമുളക് കൂട്ടിട്ട് നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മരം വളരെ ചെറിയ കുഞ്ഞു മരമായിരുന്നു. പിന്നെ അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ടായിരുന്നു. അത് വളർന്നു വരുന്ന സമയത്ത് കുറച്ച് കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ആ ഒരു സമയത്ത് മരത്തിനെന്തോ വാട്ട സംഭവിച്ചെന്തോ ഉണ്ടോ ആ ഒരു വളർന്നു വരുന്നുണ്ടായിരുന്ന കായെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അവസാനം ഉണ്ടായിരുന്നത് എന്തായാലും ഇത്രയെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ നമ്മളതിന് കഴിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള പൂവിൻ്റെ അടുത്ത് വേദം നിൽക്കും. നല്ല കളറ് രണ്ട് കളറും. നമുക്ക് നെല്ലിക്ക പറിക്കാം. അതാണ് നമ്മളെ നെല്ലിക്ക മരം. ഇത് ബ്ലൂവാ? ഓക്കെ, ആണോ നെല്ലിക്ക മരം. ഇതിൽ അത്യാവശ്യം ഉണ്ടായി വരുന്നേ ഉള്ളൂ.
ഇവിടെയുള്ള കുറച്ച് കായ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ടായേക്കുന്ന കായ നമുക്ക് കുറച്ച് പറിക്കാം. അത്യാവശ്യം വലുതായേക്കുന്നതല്ലോ കള്ളിയിടാണ്. ഇവരാണ് നമ്മൾ നെല്ലിക്ക പറിക്കുന്ന ടീംസ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് കണ്ണടിപ്പിക്കണം. ചെറുത് 3 പേരല്ലേ? ബാക്കിയെല്ലാം ചെറുതാ. കാണിക്കണ്ടത് കാണിച്ചാൽ നമുക്ക് കുറച്ച് അരിനെല്ലൊക്കെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഉപ്പും മുളക് കൂടെ അങ്ങനെ നമ്മൾ അരിനെല്ലയ്ക്കയും സ്റ്റാർ ഫ്രൂട്ടും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. 2 ചാമ്പക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല രീതിക്ക് വയറാളെ പോകുന്നതായിരിക്കും. നല്ല കളർഫുള്ളായി ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട്. ചാമ്പക്കയും സ്റ്റാർ ഫ്രൂട്ടും അരിനെല്ലിക്കയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് എല്ലാവരും കൊണ്ട് കഴിച്ച് നോക്കാം. നടക്കൂ. അങ്ങനെ തിന്നിട്ട് പറ. ഉപ്പുമുളകട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയാ? സൂപ്പറാ. ഉള്ള കാര്യം പറ. ഇങ്ങോട്ട് നോക്കേ. പുളിപ്പുണ്ട്, നല്ല പുളിപ്പുണ്ട്. പഴുത്തനും കൂടെ അത്ര പുളിപ്പില്ലല്ലോ, പച്ചൻ്റെ അത്ര. അടുത്തതായി നമുക്ക് ദേവുണ്ട്. അമ്മ ഇവിടെ ഇരിക്കും. ഒരു സ്റ്റാർ ഫ്രൂട്ട് എടുക്കൂ. സ്റ്റാർ ഫ്രൂട്ട് എന്നിട്ട് കഴിക്ക്. അങ്ങനെ എന്താ നിന്റെ ടേസ്റ്റ്? ഒന്നും കൂടെ ഒരുമിച്ച് തിന്നാനുള്ള ശ്രമത്തിലാണ്. ചാമ്പക്കയും സ്റ്റാർ ഫ്രൂട്ടും അരിനെല്ലിക്കേൻ്റെ കഷ്ണവും കഴിക്കും. അങ്ങനെയുണ്ട്. എൻ്റെ ടേസ്റ്റാ വരുന്നത്. എനിക്കല്ല, അതല്ല നിങ്ങളെ ഇതില്ലേ റൗണ്ട് എന്റെ വീട്ടിലില്ലേനോ അത് തന്നെ അതിന്റെ ടേസ്റ്റ്. വെറൈറ്റി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ആ സ്റ്റാർ ഫ്രൂട്ട് കുറെ ഉള്ളതാണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് തന്നെ വരുന്നത്. ചാമ്പയ്ക്ക് അരിനെല്ലയ്ക്ക് എല്ലാം കഴിക്കുന്നതായിരിക്കും. കഴിച്ച് വെച്ച് നമ്മൾ എത്ര ആക്കി. അത്യാവശ്യം ട്രാൻസ്പോർട്ടെല്ലാം തീർന്ന് പതുക്കെയുണ്ട്. നമ്മൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു.